ബാഹുബലി സിനിമയുടെ മോറലും ഇത് ലയൺ കിങ് സിനിമയുടെ മോറലും ഒരുപോലെയാണ്. അതെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ബാഹുബലി സിനിമ കണ്ടവരാണ്. കുറച്ചു പേര് മാത്രമായിരിക്കും ഇത് ലയൺ കിങ് സിനിമ കണ്ടവർ. എന്തായാലും ഈ രണ്ട് സിനിമയും ഒരുപോലെയാണ് എന്ന് പറയാനുണ്ടായ ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ലയൺ കിങ് സിനിമയിലെ മുഫാസ എന്നൊരു കഥാപാത്രം അമരേന്ദ്ര ബാഹുബലിയുമായി വളരെയധികം സാമ്യമുണ്ട്. ഇവരെ രണ്ടുപേരെയും ജനങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും അവസാനം ഇവരെ രണ്ടുപേരും ചതിയിലൂടെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. പിന്നെയുള്ളത് സ്കാറും പൽവാൾ ദേവനും, സിംഹാസനത്തിന് വേണ്ടി സ്വന്തം സഹോദരനെയും കുടുംബത്തെയും ചതിക്കുന്ന വില്ലന്മാർ. അടുത്തതായിട്ടുള്ള സിംബയാണ്. മഹേന്ദ്ര ബാഹുബലിയുടെ സെയിം ക്യാരക്ടറാണ്. അച്ഛന്റെ മരണശേഷം നാടുകടത്തപ്പെടുകയും പിന്നീട് തിരിച്ചെത്തി രാജ്യം വീണ്ടെടുക്കുകയും ചെയ്യുന്ന നായകന്മാരാണ് ഇവർ രണ്ടുപേരും. സെയിം ആയിട്ടുള്ള ക്യാരക്ടറുകൾ ഈ രണ്ട് സിനിമകളിലും കാണാം. ഈ ലയൺ കിങ് സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹോളിവുഡിലെ ഏറ്റവും പ്രശസ്തമായ അനിമേഷൻ ചലച്ചിത്ര പരമ്പരകളിലെ ഒന്നാണ് ദ ലയൺ. സിനിമയുടെ പ്രധാന പ്രമേയം എന്നത് കാട്ടിലെ രാജാവായ മുഫാസയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ സിംബ എന്ന സിംഹക്കുട്ടി നേരിടുന്ന പ്രതിസന്ധികളാണ്. തുടർന്ന് അവൻ നാടുവിട്ടു പോവുകയും പിന്നീട് വളർന്നു വന്ന് സത്യങ്ങൾ തിരിച്ചറിയുകയും വില്ലനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇനി ബാഹുബലി സിനിമയുടെ കാര്യം എടുത്താലും ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ഈ സിനിമ. എന്തായാലും ഈ ബാഹുബലി സിനിമയുടെ സെയിം കഥ തന്നെയാണ് ബാഹുബലി പാർട്ട് 1ലും പാർട്ട് 2ലുമായി ഒരുങ്ങിയിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം. ഈ രണ്ട് സിനിമകളുടെയും കഥയുടെ ഉള്ളടക്കം ഒരു നാടകത്തിൽ നിന്നാണ് ഉണ്ടായത്. വില്യം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എന്ന വിഖ്യാത നാടകത്തിന്റെ രണ്ട് വ്യത്യസ്ത ആവിഷ്കാരങ്ങളാണ് ഇത് ലയൺ കിങ്ങും ബാഹുബലി സിനിമയും. രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ഇത് ലയൺ കിങ് സിനിമ ഡിസ്നി മൃഗങ്ങളുടെ ലോകത്തിലേക്ക് മാറ്റി, ബാഹുബലി അത് ഇന്ത്യയിലെ ഒരു പുരാണ സാമ്രാജ്യത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് മാറ്റി. ഇനി ഇതിൽ ആരാണ് കോപ്പി അടിച്ചതെന്ന് ചോദിച്ചാൽ ദി ലയൺ കിങ് സിനിമ ഇറങ്ങിയത് 90s കാലഘട്ടത്തിലാണ്. എന്നാൽ നമ്മുടെ ബാഹുബലി ഇറങ്ങിയത് 20ലും.